ഇന്നത്തെ ദിവസം നമ്മൾ ഇതോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ മൂവിയുടെ ഓഡിയോ ലോഞ്ച് വി ആർ സ്റ്റാർട്ടഡ്. പക്ഷേ നമുക്കറിയാം ഇവിടെ ഒരുപാട് വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് നമ്മുടെ തൊട്ട് മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒഫീഷ്യൽ ആയിട്ട് തന്നെ ഈ ഒരു വേദി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് there should be someone very apt, someone really apt. അപ്പം സിനിമ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കും സിനിമയിൽ എത്തിപ്പെടാനായിട്ടും ഇപ്പൊ ഡയറക്ടർ ആവാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്നവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും തീർച്ചയായും. ഇനി നമ്മൾ ഓൺ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോകുന്ന ഈ ഒരു അദ്ദേഹം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി സിബി സാറിന്റെ ഒക്കെ ചീഫ് അസോസിയേറ്റ് ആയിട്ടും ബ്ലെസ്സി സാറിന്റെ കൂടെയും ഒട്ടുമിക്ക എല്ലാ മുഖ്യധാര സിനിമ സംവിധായകരുടെ കൂടെയും വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട ജമുന പ്യാരി, അതുപോലെ തന്നെ മായ ബസാർ, ഗൂഢാലോചന തുടങ്ങിയ സിനിമകളുടെ സംവിധായകരും ആ മൂവിയുടെ ഡയറക്ടറും കൂടി ആയിട്ടുള്ള മിസ്റ്റർ തോമസ് സെബാസ്റ്റ്യനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. So ladies and gentlemen, let's give it up for Mr. Thomas Sebastian. Please welcome him, sir. Please. നമസ്കാരം. സത്യത്തിൽ സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് പിടിക്കുന്നതിനെക്കാട്ടും ഈസിയാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിങ്ങനെ സ്റ്റേജിൽ കയറി ഇരുന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എങ്കിലും ഇവിടെ നിൽക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ഗുരുനാഥൻ സിബി സാറിനോടാണ്. ഞാനിവിടെ വന്നതും ഇങ്ങനെ നിൽക്കാനുള്ള കാരണം സിബി സാറാണ്. പിന്നെ ഞാൻ ഗുരുതുല്യനായി കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ബ്ലെസ്സിയേട്ടനോട്. രണ്ടുപേരുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമയും എൻ്റെ സിനിമ റിലേറ്റീവ് കൂടുതലും എന്നെ കൂടി നയിച്ചതും ഇവരാണ്. കുറേ പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും സിബി സാറും ബ്ലെസ്സിയേട്ടനുമാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പം അമ്മ എന്നുള്ള ഈ പേര് പലരും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് അമ്മ? മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ 2 അക്ഷരമാണ് അമ്മ. സത്യത്തിൽ അധികം ആരും ഉപയോഗിക്കാത്ത യൂസ് ചെയ്യാത്തൊരു വാക്കാണ് അമ്മും ആയും. നമ്മളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന വാക്കുകളല്ല. എങ്കിലും അതാണ് നമ്മൾ അമ്മ എന്ന് ഉള്ള പേരിട്ടിരിക്കുന്നത്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് അമ്മ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. കൂടാതെ പേരിലെ പുതുമ കഥയിലും, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ, ഒരു ക്യാപ്ഷൻ തന്നെ അതാണ്. അതുകൊണ്ട് എന്തായാലും കഥയിലും അതിൻ്റെതായ പുതുമയുണ്ട്. ആ പുതുമ തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഗോപിൻ്റെയാണ്, ഗോപി സുന്ദറിൻ്റെയാണ്. ഞാനും ഗോപി സുന്ദറും എനിക്ക് തോന്നുന്നു ചെന്നൈ മുതലുള്ള ബന്ധമാണ്. സിബി സാറിൻ്റെ ഫ്ലാഷ് എന്ന സിനിമയിലൂടെ ഗോപി അന്ന് തുടങ്ങിയ ബന്ധത്തിലൂടെയാണ് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ ജമുന പ്യാരി മുതൽ ഗോപിയുടെ കൂടെയാണ്. കാരണം എനിക്ക് ഗോപിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യത്തിൽ മെലഡിയോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പഴയ പാട്ടുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും അത് മൂളാനും ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. ഗോപിയുടെ പല പാട്ടുകളും എപ്പോഴും എനിക്ക് അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടുകളാണ്. എനിവേ ഇന്ന് നമ്മുടെ കൂടെ ഗോപി വന്നിട്ടുണ്ട്. ഗോപിയുടെ ഒരു ഡേ ആണെന്ന് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. രംഗന്തിയൂർ വന്നിട്ടുണ്ട്. റഫീഖിന് വരാൻ പറ്റിയില്ല, കണ്ണു സുഖമില്ലായതുകൊണ്ട്. നിതീഷ് നടേരി കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും കഥാകൃത്തുമായ കവിപ്രസാദ് ഗോപിനാഥാണ് ഒരു മനോഹരമായ ഒരു പാട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല, കാരണം 1-2 പാട്ടുകൾ ഇവിടെ പ്ലേ ചെയ്ത് കാണാൻ പറ്റില്ല. കാരണം അതിനൊക്കെ ഒരു കഥാപരമായി കുറേ കണക്ഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പാട്ടേ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. ബാക്കി പാട്ടുകൾ സിംഗേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോപി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ നല്ല സിംഗേഴ്സിനെ ഗോപി സെലക്ട് ചെയ്ത് തന്നെ ഈ സിനിമയിൽ പാടിച്ചിട്ടുള്ളത്. ഒന്ന് സൂരജ് സന്തോഷ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിംഗറാണ്. ഭദ്ര രതീൻ, അങ്ങനെ പിന്നെ സേബ ടോമിനെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. സേബ ടോമി ഇതിനകത്ത് നല്ല പാട്ട് പാടിയിട്ടുണ്ട്. സേബ അദ്വൈത പത്മനാഭൻ പാടിയിട്ടുണ്ട്. അദ്വൈത പത്മനാഭൻ്റെ പാട്ട് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ആ പാട്ടിന് മാത്രമേ നമുക്കൊരു സ്റ്റോറി ബേസ്ഡ് അല്ലാത്തൊരു പാട്ടുള്ളൂ. അത് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ ആ സിംഗേഴ്സ് ഇവിടെ പാടും. അതുകൂടാതെ ഞാൻ ഈ സിനിമയിൽ ഒരു പുതിയൊരു സിംഗറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയ സിംഗറിനല്ല, ഒരു സിംഗറാണ്. പക്ഷേ ആദ്യമായിട്ട് മലയാള സിനിമയിൽ പാടുന്ന ഒരു സിംഗറാണ്. ലീല ജോസഫാണ് പേര്. ലീല ജോസഫിൻ്റെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്.
എല്ലാ ദിവസവും വളരെ മനോഹരമായിട്ട് എൻ്റെ ആ ക്യാരക്ടറിന് ആ വോയിസ് അത്രയും മാച്ചാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് ധൈര്യമായിട്ട് ലീലാ ജോസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ലീലാ ജോസ് വളരെ മനോഹരമായി പാടിയിട്ടുണ്ട്. ലീലാ ജോസും വന്നിട്ടുണ്ട്, അവരും ആ പാട്ട് ഇവിടെ പാടുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കിടക്കാൻ കാരണം ക്രൗഡ് ഒരുപാട് വരും, ഒരുപാട് സംസാരിച്ചാൽ ശരിയാവില്ല. അടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നീങ്ങാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പം സർ ഓൾറെഡി പറഞ്ഞു ഞാൻ അധികം ഒന്നും സംസാരിക്കില്ല എന്ന്, പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് എല്ലാവരും അഡ്രസ് ചെയ്ത് ദാറ്റ് വാസ് ഇറ്റ് എ വെരി വെരി വാം വെൽക്കം. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ ദാറ്റ് വാം വെൽക്കം അഡ്രസ്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഓരോ സിനിമയ്ക്കും ഒരു മാജിക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിനിമയിലെ കഥാപാത്രങ്ങൾ കരയുമ്പോൾ നമ്മളും കരയും, അവർ സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കും. അവർ പ്രേമിക്കുകയാണെങ്കിൽ നമുക്കും ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാലോ എന്ന് തോന്നും. ഇനി അവർ സങ്കടപ്പെടുകയാണെങ്കിലോ നമുക്കും ആകെ സങ്കടം. ഇപ്പം സമ്മർ ഇൻ ബെത്ലഹേം സിനിമ കാണുന്ന സമയത്ത് ഞാനും വിചാരിച്ചിട്ടുണ്ട് ആമിയുടെ പോലെ ആയെങ്കിൽ എന്ത് രസമായിരിക്കുന്നത്. ഇനി അതേസമയം കിരീടത്തിൽ സേതുമാധവനെ കണ്ടിട്ട് കരയാത്ത മലയാളികൾ ഉണ്ടാവില്ല ഐ ഗസ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 മലയാള സിനിമകൾ പറയാൻ പറഞ്ഞാൽ ആ ചേട്ടൻ തന്നെ നോക്കണം. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുക എന്നുള്ള റിഫ്രഷനാണ്, പേടിക്കേണ്ട, ചോദിക്കില്ല. 10 സിനിമകൾ പറയാൻ പറഞ്ഞാൽ അതിലൊരു 5 എണ്ണമെങ്കിലും ഇദ്ദേഹത്തിന്റെ സിനിമകളായിരിക്കും. ഇപ്പം കിരീടം, ചെങ്കോൽ, സമ്മർ ഇൻ ബെത്ലഹേം, ഭരതം തുടങ്ങിയ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് തന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എത്ര സിനിമകളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം മലയാളികളുടെ സ്വന്തം, മലയാളികളുടെ അഭിമാനമായ സിബി സാറിനെയാണ് ഇനി അടുത്തതായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. So ladies and gentlemen, with all the love, with all the respect, with all the honor, let me have on stage the very respected director, the man of Malayalam cinema, Mr. Sibi Malayil, with a big round of applause everyone. Welcome sir. ഈ വൈകുന്നേരം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സമയമാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച തോമസ് സെബാസ്റ്റ്യൻ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇസ്ഹായിൻ്റെ അബ്ദുള്ള മുതൽ കഴിഞ്ഞ 34 വർഷങ്ങൾ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ആളാണ്. പിന്നീട് പ്ലസിയുടെയും സുന്ദർദാസിൻ്റെ ഒരുപാട് പേരുടെ കൂടെ നിന്നാണ് തോമസ് സെബാസ്റ്റ്യൻ സിനിമ പഠിച്ചത്. ഈ സന്ധ്യ കുറച്ചുകൂടെ എനിക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം ഇത് ഗോപി സുന്ദറിൻ്റെ ദിവസം കൂടിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഗോപി ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പാട്ട് ചെയ്യുന്നത്, ഇതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്നത് എൻ്റെ ഓടൊപ്പമാണ്. അപ്പോൾ വളരെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഒരു സന്തോഷത്തിൻ്റെ, അവരുടെ പുതിയ ഒരു വർക്കിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്ന ഈ വേദിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമയുടെ പേര് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തോന്നുന്നത്. നേരത്തെ അതിനെപ്പറ്റി തോമസ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ മലയാളികൾ ആദ്യമായിട്ട് ചൊല്ലിപ്പഠിച്ചതും എഴുതി പഠിച്ചതും ആയി തൊട്ട് അത് അവസാനിക്കുന്ന ആയി എത്തി നിൽക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ അക്ഷരങ്ങളാണ്. എന്ന് പറയുന്നത് ചേർത്ത് പറയുമ്പോഴത് അമ്മയായി മാറുന്നുണ്ട്. ഈ സിനിമ അമ്മയുടെ കഥയാണ്, കുഞ്ഞിൻ്റെ കഥയാണ്. നമ്മളെല്ലാവരും കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് ഈ സിനിമ ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞു തരാൻ പോകുന്ന സിനിമയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സിനിമയുടെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നിങ്ങളുടെ കൂടെ തന്നെ, നിങ്ങളോടൊപ്പം തന്നെ കാലങ്ങളോളം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ തൊടുന്ന ഒരു സിനിമയായി ഇത് മാറും. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ കഥയുടെ ഒരു ഔട്ട്ലൈൻ എനിക്കറിയാം. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഏറെക്കാലം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ ആ സിനിമയും ഉണ്ടാവും, ആ കഥയുണ്ടാവും, ആ കഥാപാത്രങ്ങളുണ്ടാവും. ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് ഒരു തിരിച്ചുവരവിന്, നല്ല സിനിമയുടെ തിരിച്ചുവരവിന് ഇത് ഈ സിനിമ ഒരു തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. Official song, official audio launch of Kavan a movie, and that was the song Kavanna. ഇനി അടുത്തതായിട്ട്
ഈ ഒരു വേദിയിൽ നമ്മളെടുത്ത് സംസാരിക്കാനായിട്ട് we have a very very beautiful actress. So let me welcome the very talented and aspiring actor Miss Shruti Jayan. Please. Let's give it up, guys. നമസ്കാരം സുബി സാർ നമസ്തേ. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും സിബി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മയെ പോലെ തന്നെ നമ്മുടെ കൂടെ എന്നും സഞ്ചരിക്കാൻ പറ്റുന്ന, നമ്മുടെ കൂടെ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. ചില സിനിമകളും ചില കഥാപാത്രങ്ങളും നമുക്ക് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. നമ്മൾ ഷൂട്ട് ചെയ്ത് കുറച്ച് നാളെ ഇപ്പോഴും ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു ചില സിനിമകൾ നമുക്ക് ചെയ്തു കഴിയുമ്പോൾ, ചില കഥാപാത്രങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരു വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അങ്ങനെ ഒരു സിനിമയായിരുന്നു. അത്രയും മനോഹരമായിട്ടാണ് തോമസ് സാറ് നമ്മൾക്ക് പറഞ്ഞു തന്നതും ചെയ്യാൻ സാധിച്ചതും. ഒരു വാംത്തായിരുന്നു ഈ ഒരു ടീമായാലും തോമസ് സാറായാലും എല്ലാവരും, അനീഷേട്ടനായാലും നമ്മുടെ DOP അനീഷേട്ടൻ, ഗിരീഷേട്ടൻ, എല്ലാവരും വർക്ക് ചെയ്ത എല്ലാ ടീമിനോടും, കവിയേട്ടൻ, എല്ലാവരോടും ഒരു പ്രത്യേക ഒരു അടുപ്പം, ഒരു വാംത്തായിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഒരു വാം തന്നെയായിരിക്കും ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആൻഡ് ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ 2-3 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഗോപിച്ചേട്ടനെ കാണുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ തരുന്ന, മ്യൂസിക്കലി ആയാലും ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇതൊരു വലിയൊരു ഹിറ്റ് എന്നല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ ആവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. Of the movie we are indeed waiting. അപ്പോൾ തീർച്ചയായിട്ടും 2025 തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും മലയാള സിനിമയിൽ നമുക്ക് മാറ്റി നിർത്താനാവാത്ത മലയാളി മനസ്സുകളിൽ കടന്നു കൊള്ളാൻ പറ്റട്ടെ ഈ ഒരു സിനിമയ്ക്ക് എന്ന് കൂടി ആശംസിക്കുന്നു. ഇനി അടുത്തതായി ഓൺ സ്റ്റേജിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഐ ക്യാൻ സീ ഓൾ ദ ബ്യൂട്ടിഫുൾ സ്മൈൽസ് ഹിയർ. നമ്മുടെ എല്ലാവരുടെയും ഫോണിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോപി സുന്ദർ പ്ലേലിസ്റ്റുകളും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ നല്ല റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിൽ ഇപ്പൊ എന്റെ കുറെ നാള് എന്റെ ഫോണിൽ ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ സോങ് ആയിരുന്നു കുറെ നാള് റിട്ടേൺ. അതുപോലെ നമ്മളിൽ എല്ലാവരും കുറെ സോങ്സ് ഇദ്ദേഹത്തിന്റെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇനി അടുത്തതായിട്ട് എനിക്ക് കുറച്ചെങ്കിലും പാടാൻ അറിയാറുണ്ടെങ്കിൽ സാറിന് ഏതെങ്കിലും പാട്ട് പാടി ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. എനിക്ക് ഒട്ടും പാടാൻ അറിയാത്തത് കൊണ്ടും ഇവിടെ ഒരുപാട് സിംഗേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി കൊടുത്ത് ഇൻവൈറ്റ് ചെയ്താലോ? Yes, so ladies and gentlemen, let's give it up for the music director and the very handsome Mr. Gopi Sundar, please. Hello, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. പ്രത്യേകിച്ച് സിബി സാറിന്റെ മുമ്പിൽ എനിക്ക് ആദ്യം അവസരം തന്നാണ് പാട്ട് ചെയ്യാനായിട്ട്. എപ്പോഴും ഓർക്കുന്ന ആദ്യത്തെ കമ്പോസിങ് വേള, ഇപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളുടെ ഒരു മുഹൂർത്തമാണ് അന്ന് സിബി സാറിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു മുഹൂർത്തം സ്പ്ലാഷ് എന്ന സിനിമയിൽ. പ്ലീസ് സാർ, നമസ്കാരം. എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെയാണ് ഈ പടം പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ശരിക്കും ഒരുപാട് സീൻസ് എനിക്ക് ഒരുപാട് മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ ഇമോഷണലി ഇൻവോൾവ് ചെയ്തൊരു സിനിമയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഭദ്രാരജൻ ഉണ്ട്, ഇവിടെ അദ്വൈത പത്മകുമാർ, ഇവിടെ എല്ലാവരും പാടിയിട്ടുണ്ട്, സെബ ആൻഡ് അതർ സിംഗേഴ്സ്. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും താങ്ക്ഫുൾ ആയിട്ട് ഇവിടെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ തോമസ് ജി നമ്മളിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടാണ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ക്രിയേറ്റീവ് ഫ്രീഡം മാക്സിമം തരുന്നൊരു ഡയറക്ടറാണ്. ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് ഒരുപാട് പടം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത വർക്കുകളൊക്കെ നമ്മളതിനെ വിളിക്കുക, നമുക്ക് പൊളിച്ചടക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രോജക്റ്റ്. ഭയങ്കര ഇമോഷണൽ ഡ്രൈവാണ് ഈ സിനിമ തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് അടിച്ചുപൊളി പടങ്ങളൊക്കെ കാണുന്നതൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്കിലുള്ള ഒരു സിനിമ കാണാൻ കഴിയുന്ന ഫാമിലിയായിട്ട് പോയി എല്ലാവരും തിയേറ്ററിൽ ചെന്ന് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു സോ മച്ച്.
Thank you, sir. Requesting you to please stay back. Sir already sir the singers ne kurichude paranju കഴിഞ്ഞു. So we would love to have the singers here as well. Leela Joseph, Bhadra Rajan and Adwaita Padmakumar. Requesting all the three singers to join us here on the stage with Gopi Sundar sir. Please. Leela Joseph, Bhadra Rajan and Adwaita Padmakumar. Welcome. യെസ് ക്ഷമിക്കണം ഞാൻ നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്ന സെബ പ്ലീസ് പ്ലീസ്. എവിടെ ഗോപി സർ ചോദിക്കുന്നത് എന്താ ചെയ്യുന്നത്? നമ്മൾ എന്തായാലും ഇവിടെ നമുക്ക് ഇത്രയധികം സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ചെറിയ ഏതെങ്കിലും ഒരു സോങ് ഫ്രം ദ മൂവി ഓർ എഫ് യു വിഷ് നമുക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു സോങ് പ്ലീസ്. ഇവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടണം എന്നാണെങ്കിൽ നല്ലൊരു കൈയടി തരുമോ പ്ലീസ്? Yes, that's a request that's a public demand I think. എല്ലാവരും കൂടി ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. നമ്മുടെ സിംഗേഴ്സ് ഒക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് പ്ലീസ്. ഓക്കെ, ലീല മാഡം ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ പാടുന്നത്. സോ ലീല ആ പാട്ടിന്റെ 2 വരികൾ പാടി തന്നായിരുന്നു. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഗീതരംഗത്ത് കുറേ നാളുകളായിട്ടുണ്ട്. പക്ഷേ സിനിമയിലൂടെ ഈ രംഗത്തേക്ക് ഒരു പിന്നണി ഗായിക എന്ന നിലയിൽ എൻട്രി ലഭിച്ചത് ഈ സിനിമയിലൂടെയാണ്. മാത്രമല്ല ഈ സിനിമ എന്ന് പറയുന്നത് അത്ര നല്ലൊരു സിനിമയാണ്. അതുപോലെ പാട്ടുകൾ വളരെ മനോഹരമാണ്. ഇതൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. അതുപോലെ ശ്രീ ഗോപി സുന്ദർ, ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ ഗ്രീഫ് സങ്കടം ഇത്രയും മനോഹരമായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാഴ്ച, തന്മാത്ര, ഭ്രമരം ഇതൊന്നും കണ്ട് കരയാത്തതായിട്ടുള്ള മലയാളികൾ ഉണ്ടാവില്ല. ഇതൊന്നും പോരെങ്കിൽ വളരെ റീസെന്റ് ആടുജീവിതം എന്ന ഒറ്റ മൂവി കൊണ്ട് ഇന്റർനാഷണൽ ഓഡിയൻസിനെ വരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടർ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ക്യാൻ വി ഹാവ് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ മിസ്റ്റർ ബ്ലെസ്സി. ബ്ലെസ്സി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് സർ, വെൽക്കം. ഒരുപാട് സന്തോഷമുണ്ട്. തോമസും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ തോമസ് എൻ്റെ ഒരു ശിഷ്യനല്ല. കാരണം ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അതിനിപ്പോൾ ഒരു 30 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. സല്ലാപ എന്ന സിനിമയിലാണ് ഞാൻ അസോസിയേറ്റും എൻ്റെ തൊട്ട് പിന്നെ തോമസും ഒക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഞാൻ കാഴ്ചയിലേക്ക് എത്തിയപ്പോൾ തന്മാത്രയിലൂടെ പളുങ്ക് ഈ സിനിമകളിലൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പം തോമസിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും ഈവന്തോ ആടുജീവിതത്തിൽ പോലും ഞങ്ങൾ ഒരു 2 മാസം കോവിഡിൻ്റെ ഒരു ക്വാറന്റൈനിൽ കടന്നപ്പോഴും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ ഓർക്കുകയാണ്. തോമസിൻ്റെ ഒരു നല്ലൊരു പ്രോജക്റ്റ്. കാരണം തോമസ് ചെയ്യുന്ന എല്ലാ സിനിമയുടെയും കഥകളെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാനും ഈ പേര് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ മലയാളം നമ്മൾ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അക്ഷരം എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത് പലരും മറന്നുപോയിട്ടുണ്ടാകും എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എവിടെ പോയാലും ആ എന്നുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതാരുടെയും കുഴപ്പമല്ല. കാരണം നമ്മൾ ചില കാര്യങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു അമ്മ എന്നുള്ള ഇതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. എനിക്ക് ഈ സിനിമയിലെ ഗോപി ഞാനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം കൽക്കട്ട ന്യൂസിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു മുഖ്യ ധാരയിൽ ചേർന്ന് നിന്നതാണ് ഗോപി. അപ്പം ഗോപിയുടെ മനോഹരമായ പാട്ടുകൾ ഇന്നിവിടെ അനാവരണം ചെയ്യുന്നു എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്
എനിക്കൊരു വേറൊരു ടീമിലല്ലാതെ എൻ്റെ ഒരു ടീമിൽ തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇതൊരു നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ആടുജീവിതമൊക്കെ വരുമ്പം ഇത്തരം ഒരു ക്ലാസിക് സ്വഭാവമുള്ള ഒരു സിനിമ പുതിയ ജനറേഷൻ കാണുമോ? പക്ഷെ അങ്ങനെയല്ല എന്നുള്ള തെളിയിച്ചൊരു സിനിമയാണ് ആടുജീവിതം. എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യം കൂടെയാണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധങ്ങളെയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നുള്ളത് ശക്തമായി നമ്മൾ തെളിയിക്കുന്നതാണ്, അല്ലേ? നമ്മളുടെ സിനിമ കാണുമ്പോൾ ചിരിക്കുന്നു, കരയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സിനിമയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അങ്ങനെ ചേർന്ന് ഒരിക്കലും തിയേറ്ററിൽ ഉപേക്ഷിക്കപ്പെടുന്നതായിരിക്കരുത് അമ്മ. അതുകൊണ്ട് അതിന് എല്ലാവിധമായ ആശംസകളുമാണ്. പ്രത്യേകിച്ച് തോമസിൻ്റെയും ടീമിൻ്റെയും ഗോപിയുടെയും ഒക്കെ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ആടുജീവിതം എന്ന സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ്. ഓസ്കാറിന്റെ ഒരു ആദ്യ പടി കൂടി കടന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒത്തിരി സന്തോഷമാണ് ഇവിടെ സാറുമാരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയതും സാറുമാർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയതിലൊക്കെ. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് നല്ല ഒരു കഥയാണ്. അപ്പൊ ആ ഒരു കഥ എഴുതാനായിട്ട് ഒരാൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് എന്നൊരു ചിത്രത്തിന്റെ കഥാകൃത്തും ഈ ഒരു സിനിമയുടെ റൈറ്ററും കാപ്പി പ്രൊഡക്ഷൻസിന്റെ അമരക്കാരനുമായിട്ടുള്ള മിസ്റ്റർ കവി പ്രസാദിനെ ഒത്തിരി സ്നേഹത്തോടെ തന്നെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. So ladies and gentlemen, let's give it a very big round of applause to Mr. Kavi Prasad. Welcome, sir. നമസ്കാരം. ഞാൻ ഇൻട്രോ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിച്ച് പല കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞുകൊണ്ട് ആ ഇൻട്രോ ചീറ്റിപ്പോയി. അതുകൊണ്ട് വേറൊരു രീതിയിൽ തുടങ്ങാം. ഞാൻ ശരിക്കും ഈ വേദിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ റൈറ്റർ എന്നതിലുപരി, ഈ സിനിമ എഴുതിയ ഒരാൾ എന്നതിലുപരി, ഈ സിനിമ സാക്ഷാത്കരിച്ച, നിർമ്മിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സാക്ഷാത്കാരം എന്ന വാക്കാണ്. ഈ സിനിമ സാക്ഷാത്കരിച്ച കാപ്പി പ്രൊഡക്ഷൻസ് എന്ന കമ്പനി, അത് കമ്പനി എന്നതിലുപരി ഞാനൊരു കൂട്ടായ്മ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ആണ് ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു മൈൽ സ്റ്റോൺ മൊമെൻ്റ് ആണ്, ഹെവിലി ഇമോഷണൽ മൊമെൻ്റ് ആണ്. ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് രണ്ടു തവണ എടുത്തു പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. കാരണം അങ്ങനെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ കട്ട ലാഗായിരിക്കും. ഒരു ലാഗും ഇല്ല, നേരെ കാര്യത്തിലോട്ട് വരാം. കഷ്ടപ്പെട്ട് എഴുതി, സംവിധായകനും ക്യാമറമാനും എല്ലാം കഷ്ടപ്പെട്ട് എഴുതിയ സാധനങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ നിർദാക്ഷിണ്യം തൂക്കിക്കളയുന്നത് പോലെ ഇവിടെ കുറെ പേരൊക്കെ ഇരിപ്പുണ്ട് സാക്ഷാത്കരിച്ച കക്ഷികൾ. നിങ്ങളുടെ എല്ലാവരുടെയും വികാരങ്ങൾ തൂക്കിക്കളഞ്ഞ് നേരെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ പലരും സൂചിപ്പിച്ചു ഈ എന്നുള്ള പേരിനെ സംബന്ധിച്ച്. ഒന്നും കൂടെ റൈറ്റർ എന്നുള്ള നിലയ്ക്ക് തിരിച്ചു പോയിട്ട് പറയാം. ഈ ടീസറിൽ നിങ്ങൾ പറഞ്ഞ പോലെ, ടീസറിൽ ഒരു ഡയലോഗ് ഉണ്ട്, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സാർ ലോകം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. സിനിമ കാണുമ്പോൾ മാത്രം മനസ്സിലാവും ആ പേരിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മളെ കുറച്ച് ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ശരിക്കും ഞങ്ങൾ ഈ പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് വന്ന പ്രധാനപ്പെട്ട ഒരുപാട് ഫീഡ്ബാക്ക് വന്നു. എല്ലാ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. കോമൺ ആയിട്ട് വന്നൊരു എലമെന്റ് ഈ പേരിലെ പ്രത്യേകതകൾ തന്നെയാണ്. അതായത് വളരെ എന്താണ് ഡിഫറൻസ്, ഒരു വെറൈറ്റി ഇതുവരെ വന്നിട്ടില്ല. അക്ഷരമാലയിലെ അടുപ്പിച്ച 2 അക്ഷരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കാണാതെ എന്തായാലും ഇങ്ങനെ ഒരു പേരിടില്ല. അപ്പൊ ചിലതൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. അവ കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളൊരു അഭിപ്രായം വന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളത് സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു 1-2 പ്രിവ്യൂ വെച്ചു. കാരണം ഈ ഇതിന് എഡിറ്റ് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ്, സെൻസറിന് പോകുന്നതിന് മുമ്പ് പ്രിവ്യൂ വെച്ച് ഞങ്ങൾ പല പ്രായത്തിലുള്ള, പല ജോണർ പടങ്ങൾ ഇഷ്ടമുള്ള, പല ജെൻഡർ ആളുകളെ വെച്ചിട്ട് ഒരു പ്രിവ്യൂ വെച്ചു, കുറച്ച് പേരെ വെച്ചിട്ട്. അപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ ഒരു ജനറൽ കമന്റ്,
വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ്, വ്യത്യസ്തമായ ഒരു കഥയാണ്, കൊള്ളാം, ഇഷ്ടപ്പെടുന്നത്. അതുപോലെ മലയാള സിനിമ ഇതൊരു പറയാത്തൊരു പ്രമേയമാണ്. സ്വാഭാവികമായിട്ടും അത് ഞങ്ങളെ വളരെ സ്വാഭാവികമായിട്ടും സന്തോഷിപ്പിക്കും. കാരണം ഫിലിം മേക്കേഴ്സ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എന്താണെങ്കിലും നമ്മുടെ ജഡ്ജ്മെന്റ് പ്രശ്നമായി തുടങ്ങും. കാരണം നമ്മൾ ഇതിന്റെ വന്ന വഴികൾ അറിയാം, ഇനി ഇത് പോകാൻ പോകുന്ന വഴികൾ അറിയാം. ഇതൊരു ഇവല്യൂഷൻ ആണല്ലോ, ഈ കഥ തന്നെയാണെങ്കിൽ ഇവോൾവ് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് പോകും. അപ്പോൾ ഈ പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ തരുന്ന ഫീഡ്ബാക്കിലൂടെയാണ് നമ്മൾക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് വർക്കായോ നല്ല രീതിയിൽ ഇമോഷൻസ് വർക്കായോ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വന്നൊരു എലിമെന്റ് വെറൈറ്റി എന്നുള്ള ഒരു സംഭവമാണ്. അതായത് ഇതുവരെ കേൾക്കാത്ത ഡിഫറൻസ് അതിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും എല്ലാവരും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, നമ്മൾ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, കൺവെൻഷനലി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്തേ മതിയാവും, അതെല്ലാം ചെയ്യാം. പക്ഷെ അതിന് പുറമെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തേ മതിയാവും എന്ന് തോന്നും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചന വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. അതൊരു എന്താ പറയുക, അതൊരു ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്, ഒരു മാനേജ്മെന്റ് പ്രോസസ്സാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമ്മളെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പ്രയോജനമുണ്ട്, പിന്നെ എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൂടെ ഒരു വെൻ ഡയഗ്രം പോലെ വരച്ചിട്ട് അത് ഇന്റർസെക്ട് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾ അസസ് ചെയ്യുമായിരുന്നു എന്താണ് കാപ്പി പ്രൊഡക്ഷൻസ് എന്നുള്ള ഈ കൂട്ടായ്മയുടെ ഈ കമ്പനിയുടെ ഒരു കേപ്പബിലിറ്റി, എന്താണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത, വാട്ട് മേക്സ് us ഡിഫറെന്റ് എന്നുള്ള ഒരു ആലോചന വന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്നുള്ള വാക്കാണ്. ബേസിക്കലി ഞങ്ങൾ ഈ കൂട്ടായ്മ ഇതിൽ പെടുന്ന ആൾക്കാരെല്ലാവരും ഒരു ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. IT ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മുൻകൂർ ജാമ്യത്തോടെ പറയണം, ഞാനിതൊരു വലിയൊരു മിടുക്കായിട്ടോ മേന്മയായിട്ടോ അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് ഈ പറച്ചിലും കാര്യങ്ങളും എല്ലാം കുറേ സമയം പറയാം, കുറച്ച് കഴിയുമ്പം വിശക്കും, ഭക്ഷണം കഴിക്കണം. അപ്പൊ അതിനു വേണ്ടി ജോലി വേണം. അപ്പൊ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോഡ് എഴുതിയവരാണ്. ഭക്ഷണം കഴിക്കാൻ വേറെ മാർഗം ഉണ്ടായിരുന്നു, ഈ കോഡിന് മുമ്പേ സിനിമ എഴുതി വരുന്ന ആളുകളാണ്. എനിവേ, വിൽ കം ബാക്ക് ടു ടെക്നോളജി. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഈ സിനിമയിൽ ചെറിയതായിട്ടൊക്കെ ടെക്നോളജി അപ്ലൈ ചെയ്തു ഇൻ ദ സെൻസ് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ടെക്നോളജി ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഒരു 1-2 ഉദാഹരണം മാത്രം പറയാം. ഞങ്ങൾക്ക് ഈ പടത്തിന്റെ കാസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു 3-3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് വേണം. അപ്പൊ കാസ്റ്റിങ്ങിന് ഈ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ ചില ക്യാരക്ടേഴ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും, ചിലത് നമ്മൾ ജനറലി എഴുതി വെക്കും. അപ്പൊ ഈ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതിയിരുന്നു, 3-3.5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി, ഞാൻ ഒരുപാട് സ്പോയിലർ പറയുന്നില്ല, വിടർന്ന കണ്ണുകൾ, സുന്ദരി, ആര് കണ്ടാലും വാത്സല്യം തോന്നുന്ന ഒരു ചിരി, ഇങ്ങനെ ഒരു 5-6 വരി എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതല്ല അങ്ങനെ തന്നെ എഴുതുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ആളെ കണ്ടുപിടിക്കണം, കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ചലഞ്ച്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, വിടർന്ന കണ്ണുകൾ നോക്കിയിട്ട് വിടർന്ന കണ്ണുണ്ട്, ഓക്കെ ടിക്ക്, വാത്സല്യം അത്ര പോരാ, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്കൊരു റെഫറൻസ് പിക്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് എളുപ്പം അല്ലേ. ഒരു റെഫറൻസ് പിക്ചർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാച്ചിങ് ആണെന്ന് പറയാം. അപ്പോൾ റെഫറൻസ് പിക്ചർ വേണം. അപ്പോൾ റെഫറൻസ് പിക്ചർ എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ഏകദേശം ഈ കുട്ടിയെ പോലെ ഒരു കുട്ടി എന്ന് പറയാം. അങ്ങനെയാണ് ആ കുട്ടിയെ അഭിനയിപ്പിച്ചാൽ പോലെ. കാരണം എന്താണേലും ഒരു 3-3.5 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് അതിഭീകരമായ അഭിനയ പാഠമൊന്നും ആരും പ്രതീക്ഷിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ കിട്ടി ആ കുട്ടി അഭിനയിപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ പിന്നെ ഇത് എന്ത് ചെയ്യുന്നുള്ള ഒരു ആലോചന വന്നപ്പോഴാണ് ഇന്നിപ്പോ എല്ലാവർക്കും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ പറയുന്ന ജനറേറ്റീവ് എഐയും ഒക്കെ വലിയ സംഭവമായിരിക്കും. കുറച്ചാളൊന്നും പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജാണ് വരുന്നത്. അന്ന് ഇതൊന്നും അത്രത്തോളം പ്രചാരത്തിലില്ല. പക്ഷെ നമ്മൾ അന്ന് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഒരു സാമ്പിൾ, ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നമുക്ക് ഇതുപോലൊരു കുട്ടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ആഹാ, വന്നു കഴിഞ്ഞല്ലോ. അപ്പൊ ഈ കുട്ടിയായിരുന്നു ഞങ്ങളുടെ ഭാവനയിലുണ്ടായിരുന്ന കുട്ടി. പക്ഷെ ഈ പടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. ഇത് വെളുക്കാൻ തെച്ചത് പാണ്ടായല്ലോ ദൈവം. കാരണം വെച്ചാൽ ഈ കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഒരാളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ശ്യാമിൻ ജാഗബ് എന്താ ഇവരോട് എന്നൊക്കെ പറഞ്ഞ് കയറി വന്നു. നമ്മൾ ശ്യാമൻ ഭയങ്കര ടെൻഷൻ, എന്താണ് ഇവരൊരു കുട്ടിയാണ്. അപ്പൊ ഇതല്ല ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഫോൺ എടുത്ത് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ശ്യാമ എന്താ ആരെയാ വിളിക്കുന്നത്? അല്ല, നമുക്ക് ആളുണ്ട്, ഇപ്പൊ വരും എന്ന് പറഞ്ഞു. അതിന് ആളുണ്ട്. അപ്പൊ ഞാൻ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളി മറുപടി വരുന്നത് അഭിനയിക്കുമോ ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞു. ആർട്ടിസ്റ്റിന്റെ മോളാണ്, ക്യാമറ ഒന്നും കണ്ട പേടിക്കില്ല, ഇപ്പൊ വരും എന്ന് പറഞ്ഞു. ആള് വന്നു, എവിടെ ഇരിപ്പുണ്ട് ആള്, കുറച്ച് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വിളിക്കാം. എന്റെ പൊന്നെ, ആ പടം വിട്ട് എന്ന് പറയും. അതിനുശേഷം ഞങ്ങൾ ആളെ കാസ്റ്റ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ബേബി നിഹാര. വേറെ ആരെയും നോക്കിയില്ല, അപ്പഴേ ടിക്ക്, ഓക്കെ, ആദ്യത്തെ ആള് കാസ്റ്റഡ്, സംഭവം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു ടെക്നോളജി ആംഗിളാണ്. അപ്പോ
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേവദർശിനി മാഡം, അവര് തമിഴ് ആർട്ടിസ്റ്റാണ്. അവരുടെ ഫസ്റ്റ് മലയാളം മൂവിയാണിത്. അപ്പോൾ നമുക്ക് വളരെ ക്യാരക്ടർ ആർക്ക് ആംഗിൾ ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഞാൻ ഒരുപാട് സ്പോയിലർ പറയുന്നില്ല, ഒരുപാട് ഇമോഷണൽ ഒരു ഗ്രാഫ് അവരുടേത് പൊങ്ങി താന്നും എല്ലാം പോകുന്നുണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ടൈപ്പ് ഷോട്ട് വരും. ഇപ്പം ഡയലോഗ്സ് ലിപ്പ് പ്രോപ്പർ ആയില്ലെങ്കിൽ നമുക്ക് അത് വർക്കാവില്ല, പ്രശ്നമുണ്ട്. മലയാളം നല്ല രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് മലയാളം നല്ലപോലെ പറഞ്ഞ് പഠിപ്പിക്കണം, നമുക്കതിന് സമയം കിട്ടുമോ? ആ രീതിയിലുള്ള ഒരുപാട് ടെൻഷൻസ് വന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ ഷൂട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയിട്ട് അവർക്ക് നമ്മൾ വിചാരിച്ചത്ര സമയം ട്രെയിനിങ്ങിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ത് പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പം അപ്പൊ തന്നെ നമ്മുടെ ഈ കമ്പനിയുടെ ടെക്നോളജി പാർട്ണർ ട്രാവൻകൂർ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഫോ പാർക്കിലുള്ള കമ്പനിയാണ്. അപ്പൊ തന്നെ അൻവറുണ്ട്, കമലുണ്ട്, അവർ കുറച്ചുപേരൊക്കെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു പെട്ടെന്നൊരു ആപ്പൊക്കെ റെഡിയാക്കി. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓരോ സീനിലെയും അതൊക്കെ എല്ലാം പെട്ടെന്നാണ് കേട്ടോ. ഓരോ സീനിലെയും ഓരോ ഡയലോഗും തമിഴിൽ, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയൊക്കെയാണോ അതെല്ലാം സെലക്ട് ചെയ്യാം, പ്ലേ ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാം, സ്ലോ ആയിട്ട് പ്ലേ ചെയ്യാം. എന്നിട്ട് അത് ദേവദർശിനിക്ക് അയച്ചു കൊടുത്തു. അവർ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇതിരുന്ന് പഠിച്ചിട്ട് വന്നിറങ്ങിയപ്പോൾ അവർ നല്ല പച്ചവെള്ളം പോലെ മലയാളം പറഞ്ഞ് ഈ കംപ്ലീറ്റ് ഡയലോഗ് കാണാപ്പാടാൻ പഠിച്ചിട്ട് ഭയങ്കര അടിപൊളിയായി. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ടെക്നോളജി വളരെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാണ്. ഞാൻ ലാഗ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആക്ച്വലി ലാഗ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി കാര്യത്തിലേക്ക് വരാം. എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ആൻഡ് ഇതിന്റെ കേസിൽ 5 കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 5 കാര്യങ്ങൾ, അതിൽ കൂടുതൽ വേണ്ട. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത 5 കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഞാൻ അൻവർ, എൻ്റെ സുഹൃത്താണ്, അത് ട്രാവൻകൂർ അനലിറ്റിക്സ് എന്ന കമ്പനിയുടെ ചീഫ് ഒരു ടെക്നോളജി ഓഫീസറും കൂടെയാണ്. ഞാൻ പറഞ്ഞു അൻവറെ 5 കാര്യങ്ങൾ എനിക്ക് വേണം, അതിനെന്താ ഇപ്പൊ ശരിയാക്കാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം 5 കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ജസ്റ്റ് ഇൻ കേസ് വേണ്ടിയൊന്നും ഈ ഞാൻ പറയാൻ വെച്ചിരുന്ന ഡയലോഗ് തോമസ് സാറ് പറഞ്ഞു. അതായത് മൈക്ക് പറയാന്നുള്ളത് ഭയങ്കര പാടാണ്, സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാന്നുള്ളതിനേക്കാൾ എളുപ്പമാണ്. ഭയങ്കര ടെൻഷനാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ക്രൗഡും ഇത്രയും ക്യാമറയുടെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്ന ഒരു QR കോഡ് സ്കാനാണ്. ഈ മൂവിയുടെ എല്ലാ പോസ്റ്ററിലും ഇങ്ങനെ ഒരു QR കോഡ് ഉണ്ടാവും പോസ്റ്ററിന്റെ ടോപ്പ് റൈറ്റ്. അതൊന്ന് പ്ലേ ചെയ്യും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റർ മോഷൻ പോസ്റ്റർ ആവും. നിങ്ങൾ ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരത്തില്ല, ഒരു ഇൻസ്റ്റന്റ് ആപ്പ് ആയിരിക്കും. അതൊരു മോഷൻ പോസ്റ്റർ ആവും. ഇപ്പം ഇതുപോലെ ഇത് ഈ മോഷനും നമ്മൾ AI വെച്ചിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള മോഷനാണ്. ആക്ച്വലി സ്കില്ലിൽ നിന്ന് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളൊരു മോഷനാണ്. ഇതാണ് ഒരു ഇതെല്ലാ പോസ്റ്ററുകളിലും ഈ QR കോഡ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഇത് വിഷ് ടിക്കറ്റ് ആണ്. അപ്പൊ നമ്മള് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ അവരുടെ ജനറലിൽ ചോദിച്ചു. ഞാൻ പറവൂരിന്നാണ്, കൊടുങ്ങല്ലൂരാണ് ഞാൻ കൂടുതൽ സിനിമ കാണാൻ പോകുന്നത്. കൊടുങ്ങല്ലൂർ ഏത് തിയേറ്ററിലായിരിക്കും ഈ മൂവി റിലീസ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം പുള്ളിയോട് ചോദിച്ചു ഏത് തിയേറ്ററിലായിരിക്കും അൻവർ പോവുക, ആ തിയേറ്ററിലായിരിക്കും റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോർമലി കളീശ്വരിലാണ് പോവാറ്. അപ്പോൾ ഇതൊരു പ്രോബ്ലം ആയിരുന്നു ശരിക്കും നമുക്ക്. അതായത് നമ്മളുടെ ഓഡിയൻസ് എവിടെയാണ് ഈ പടം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് ആ തിയേറ്ററുകളിൽ സെലക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ടീമിനോട് സംസാരിച്ച് ആ തിയേറ്ററുകളിൽ നമുക്ക് പടം റിലീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മളെങ്ങനെ അറിയും? നമ്മുടെ പടത്തിന്റെ അനൗൺസ്മെന്റിന്റെ സമയത്ത് നമുക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ ബുക്ക് മൈ ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കാണിക്കാം, പക്ഷെ പടം കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറയാം. പക്ഷെ ആ ഇൻട്രസ്റ്റ് ഏത് തിയേറ്ററിലാണ് കാണാനായിട്ട് പറ്റാന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ വിഷ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ലൈവ് ആണ്. ഇപ്പോൾ വിഷ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് പടം കാണാൻ താല്പര്യമുള്ള തിയേറ്ററുകൾ സെലക്ട് ചെയ്ത് എത്ര സീറ്റാണ് അവിടെ നമ്മൾ കാണാൻ താല്പര്യമുള്ളത്, ഏത് ഷോയാണ് നമുക്ക് അവിടെ കാണാൻ താല്പര്യമുള്ളത് എന്നുള്ളത് അതിൻ്റെ അകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത് ഫ്രീ ആണ്, ഒന്നും ചെയ്യേണ്ട. ഇത് ബേസിക്കലി ഇത് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു സെക്കൻഡ് ടെക്നോളജി. വിഷ് ടിക്കറ്റ് മൊബൈൽ ഫ്രണ്ട്ലി കൂടിയാണ്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ല, ഒരു വെബ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് കാണിക്കാൻ.
അടുത്തൊരു അസിസ്റ്റന്റ് ആണ്. ഇത് ഇപ്പോഴും ലൈവാണ്. നമുക്ക് അമ്മ മൂവീസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ചാറ്റ് ഉണ്ട്. ചാറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റിനോട് സംസാരിക്കാം. ഈ എന്ന് പറയുന്നത് ഈ പടത്തിലൊരു ക്യാരക്ടറാണ്. ക്യാരക്ടറിന്റെ പേര് സോണിയ എന്നാണ്. എന്താ സംഭവം എന്നൊന്നും അത് പറയത്തില്ല, ചോദിച്ചിട്ട് കാര്യമില്ല. അതിനത്രയും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബേസിക് ആയിട്ടുള്ള മൂവിയുടെ ഇൻഫർമേഷൻ എല്ലാം ഈ അസിസ്റ്റന്റിനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്. മൂവിയുടെ റിലീസ് ഡേറ്റ് എന്നാണ്. യു ക്യാൻ ടോക്ക് ടു ദി ഒരു അസിസ്റ്റന്റോട് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാം. ഇൻഫർമേഷൻസും എല്ലാം നമുക്ക് കിട്ടും. ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ട്. അമ്മ മൂവിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റിനോട് സംസാരിക്കാം. ഇത് നമ്മൾ ഈ ഇനിഷ്യലി ഓഡിയോ ലോഞ്ചിന്റെ ലൊക്കേഷനൊക്കെ ആലോചിച്ചപ്പോൾ നമ്മൾ പല സ്ഥലം ആലോചിച്ചു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ പടത്തിൽ കവന്ത ആ സോങ്ങിൽ കണ്ടിട്ടുള്ള സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ഈ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര രസമാണ് ശരിക്കൊരു. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് പാടാണ്. അപ്പൊ നമ്മൾ ആ എക്സ്പീരിയൻസ്, പിന്നെ ആ പടത്തിന്റെ ലൊക്കേഷനിലുള്ള കുറെ സെറ്റിലൊക്കെ ഉള്ള കുറെ എക്സ്പീരിയൻസുകൾ നമ്മളൊരു വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ നമ്മുടെ ഈ ലാസ്റ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഹെഡ്സെറ്റ് ഒക്കെ ആയിട്ട് രണ്ടുവന്ന് നമ്മുടെ ഫ്രണ്ട്സ് നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഈ കവന്തയുടെ മുകളിൽ നിന്നാൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ശാന്തും ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കും. അപ്പൊ ഇതിന്റെ വേറൊരു വേർഷൻ നമ്മൾ പടം റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ബേസിക്കലി ആ ലൊക്കേഷനിലുള്ള ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ്. യു വിൽ ഫീൽ ലൈക്ക് യു ആർ ഇൻ ദാറ്റ് പ്ലേസ്. നമുക്ക് ചുറ്റും നോക്കാം, കാണാം. അതൊരു 360 ഡിഗ്രി എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മളിങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും, നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ റിയലി ആ ഒരു ലൊക്കേഷനിൽ നിൽക്കുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ എന്താണോ അത് കിട്ടാൻ പറ്റും. നമുക്കൊരു ആ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇത് ഫൈനലി നമ്മളൊരു ഗെയിം ഡെവലപ്പ് ചെയ്തു. ഈ നെയിം ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഗെയിം അമ്മ എന്നാണ്. ആപ്പ് സ്റ്റോറിലും AM സ്പേസ് AH എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ കിട്ടും. ഇന്നലെ വൈകിട്ട് ഇത് സ്റ്റോറിൽ റിലീസായുള്ളൂ. അപ്പൊ അതിനൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണിക്കാം. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി സിമ്പിൾ ഗെയിമാണ്. ഈ സൈഡിലാണ് കാണുന്നില്ല. വെരി സിമ്പിൾ. ഈ ആയുടെ ഉള്ളിൽ കൂടെ നമ്മളൊരു ഫോണിന്റെ ആക്സിലറോമീറ്റർ യൂസ് ചെയ്ത് ബോൾ മൂവ് ചെയ്ത് ആ ബട്ടർഫ്ലൈനെ ക്യാച്ച് ചെയ്യാൻ നോക്കുക. ഈ ലെറ്റർ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അതിന്റെ ലെവല് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. അത് അക്ഷരത്തിന്റെ ആ ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ, നമ്മൾ എഴുതുന്ന ഒരു സ്ട്രോക്ക് എങ്ങനെയാണോ ആ എന്ന അക്ഷരം എഴുതേണ്ടത് ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് നോക്കും, കളിച്ച് നോക്കുമ്പോൾ അറിയാൻ ബുദ്ധിമുട്ട്. എനിക്ക് ഇന്ന് വരെ ഒരു ലെവല് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഇവരായിട്ട് എന്റെ ലോഗിൻ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്താണെന്ന് അറിയില്ല, അത് പറ്റുന്നില്ല. എളുപ്പമല്ല, കളിച്ച് നോക്കുമ്പോൾ അറിയാം. കാർത്തിക എന്റെ കൊളീഗാണ്. കാർത്തിക ഇപ്പൊ ഗെയിം ഒന്ന് ക്വിക്കായിട്ട്. യെസ്, അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു ഇമേജ് കണ്ടിരുന്നു, ഒരു AI വെർച്വൽ ഇമേജ്. അപ്പൊ അതുപോലത്തെ ഒരാള് ഇവിടെ നമ്മുടെ കൂടെയാണ്. അപ്പൊ ആളെ കൂടി നമ്മൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പ്ലീസ് നമുക്ക് നല്ലൊരു കാര്യം കൊടുക്കാൻ നമുക്ക് ബേബി നിഹാരയുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, here comes the little princess. സ്ക്രീനിൽ കാസ്റ്റിംഗ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് കറക്റ്റായിട്ട് കാണാം. ഓക്കെ, വെരി ഗുഡ്. Alright, ladies and gentlemen, അപ്പൊ അവിടെ ഒരാള് ഫുൾ ആ ഒരു ഗെയിമിന്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായി ഗെയിം ഫുൾ ലെവൽ കംപ്ലീറ്റ് ആയോ?
ആ ഗെസ്റ്റ് നമുക്ക് നല്ലൊരു കൈയടി ആയാലോ? അപ്പൊ ഇവിടെ കുറെ പേരായി നോക്കുന്നു. ആ AI ഇമേജ് പോലെ തന്നെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഓഡിയൻസിന്റെ അടുത്തൊക്കെ ഒന്ന് പറയൂ, എന്താണ് പേരെന്താണ്? നിഹാര. നിഹാര. ഓക്കെ, ഇഷ്ടായോ ഇവിടെ സ്റ്റേജിലൊക്കെ വന്ന് നിന്നിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കൊള്ളാന്നൊക്കെ. ഓക്കെ, അപ്പൊ ഗെയിം ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഗെയിം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി സിനിമയിൽ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു കൈയടി കൊടുത്താലോ? Everyone again, let's give it up for baby നിഹാര. എല്ലാവരും പടം കാണണം. താങ്ക് യു. Thank you so much. Please get back to your seat. നല്ലൊരു കൈയടി കൊടുക്കാട്ടോ for that girl, little girl who came here and spoke to us. Thank you so much. And അതുപോലെ തന്നെ ഇന്ന് ഇവിടെ സംസാരിച്ച റൈറ്റർ അൻവർ സാദത്ത് സർ and എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു കൂടി അറിയിക്കുകയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.